അപ്പൊ നമ്മുടെ ഈ വെഞ്ഞാറമൂട് കൊലപാതക കേസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണല്ലോ അല്ലെ. കഴിഞ്ഞ ദിവസം പ്രതിയായിട്ടുള്ള അഫാനെയും കൂട്ടി കൊലപാതകം നടന്ന സ്ഥലത്ത് പോയി പോലീസ് തെളിവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അഫാൻ ചില മൊഴികൾ മാറ്റി പറയുകയുണ്ടായി. ഈ രണ്ട് കാരണങ്ങളാണ് ഈ കേസ് വീണ്ടും ചർച്ചയാക്കി മാറ്റിയത്. അപ്പൊ ഈ കേസിനെ കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. അഫാൻ മൊഴി മാറ്റി പറഞ്ഞ ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. സോ അത് എന്തായാലും ചർച്ച ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എത്ര വലിയ സംഭവം നടന്നാലും 2-3 ദിവസം കൊണ്ട് അതിന് ന്യൂസ് വാല്യൂ ഇല്ലാതാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുവരുന്നത് അല്ലെ. അതിനുള്ള കാരണം മറ്റൊന്നല്ല, ഓരോ ദിവസവും പുതിയ പുതിയ സെൻസേഷണൽ വാർത്തകളാണല്ലോ പുറത്തു വരുന്നത്. വെഞ്ഞാറമൂട് കൊലപാതകം നടന്നു കഴിഞ്ഞ ഉടനെയാണ് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഷഹബാസിന്റെ മരണം നടക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും കോട്ടയത്ത് ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ വലിയ വാർത്തയായിട്ട് മാറി. പക്ഷെ എന്തൊക്കെ വാർത്തകൾ വന്നാലും എന്തൊക്കെ സംഭവങ്ങൾ നടന്നാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല, മറക്കാൻ പാടില്ല. 5 കൊലപാതകങ്ങളാണ്, അതും സ്വന്തം അനിയനെയും എളാപ്പയെയും എളാപ്പയുടെ ഭാര്യയെയും വെല്ലുമയെയും ഒരു ദയവുമില്ലാതെയാണ് അഫാൻ കൊന്നത്. ഉമ്മാനെ കൊല്ലാൻ നോക്കിയത് വേറെ, ഓർക്കുമെന്നതിന്റെ ഉള്ളിൽ ഒരു പെടച്ചിലാണ്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മറക്കുന്നത്? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഫാൻ ചില മൊഴികൾ മാറ്റി പറഞ്ഞു എന്നത്. പ്രധാനമായും കാമുകിയായിട്ടുള്ള ഫർസാനെ കൊന്നതുമായി ബന്ധപ്പെട്ട മൊഴിയാണ് അഫാൻ മാറ്റി പറഞ്ഞിരിക്കുന്നത്. വീട്ടുകാരെയും കുടുംബക്കാരെയും കൊലപ്പെടുത്തിയ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് അഫാൻ കാമുകിയായിട്ടുള്ള ഫർസാനെയും ഇല്ലാതാക്കിയത് എന്ന ചോദ്യം ആദ്യം തൊട്ടേ ഉയർന്നിരുന്നു. പോലീസിനെയും വല്ലാണ്ട് കൊഴുക്കിയൊരു ചോദ്യമായിരുന്നത്. വെല്ലുമനെയും എളാപ്പനെയും കൊന്നത് പണം കൊടുക്കാത്തത് കൊണ്ടുള്ള വൈരാഗ്യം കൊണ്ടായിരുന്നു എന്നതായിരുന്നു അഫാൻ ആദ്യം പറഞ്ഞത്. അളാപ്പനെ കൊല്ലുന്നത് സാക്ഷി ആയതുകൊണ്ട് തന്നെ അളാപ്പന്റെ ഭാര്യയും കൊന്നു. അനിയനെ കൊന്നതും ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചതുമൊക്കെ ഒരു കൂട്ട ആത്മഹത്യയുടെ ഭാഗമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് സാമ്പത്തിക ബാധ്യത കാരണം എല്ലാരും കൂടി ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. അത് നടന്നില്ല. എന്നാൽ പിന്നെ എല്ലാരെയും കൊന്നതിന് ശേഷം താനും ചാകാം എന്നുള്ളതായിരുന്നു അഫാന്റെ പ്ലാൻ എന്ന രീതിയിലായിരുന്നു ആദ്യം വന്ന അറിവ്. എന്നാൽ ഇതിനിടയിൽ എന്തിനായിരുന്നു ഫർസാനെ കൊന്നത് എന്നതായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ. താൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫർസാനക്കാരും ഉണ്ടാകില്ലല്ലോ, അതുകൊണ്ടാണ് അവളെ കൊന്നത് എന്നതായിരുന്നു അഫാൻ ആദ്യം പറഞ്ഞിരുന്നത് അല്ലെ. അങ്ങനെയാണ് വാർത്തകളിലൊക്കെ വന്നിരുന്നത്. എന്നാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മൊഴിയാണ് അഫാൻ പുതുതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫർസാനയോട് സ്നേഹം കൂടിയത് കൊണ്ടല്ല കൊന്നത്, അവളോട് അഫാന് വൈരാഗ്യമായിരുന്നു പോലും. അഫാൻ തന്നെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ശരിക്കും ഇവനൊരു മാസ്റ്റർ പ്ലാൻ ആണ് അന്ന് നടപ്പാക്കിയത്. എല്ലാരെയും കൊന്ന് ഞാനും ചാവാൻ പോവാണ്, എന്നാ പിന്നെ കാമുകിനെയും കൊന്നേക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങൾ ഓരോന്നിനും ഇവന് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. ഉമ്മക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോലും അഫാൻ ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. വീട്ടിൽ നിന്നും റൂമിലേക്ക് കയറ്റിയ ശേഷമാണ് അഫാൻ താൻ നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച് ഫർസാനയോട് പറയുന്നത്. ഇത് കേട്ട് ഫർസാനെ പേടിച്ച് കരയാൻ തുടങ്ങി. അതോടെ അഫാൻ ചുറ്റിക കൊണ്ട് അവൾ അടിച്ചു കൊന്നു. ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടാണ് ഫർസാനെ അഫാൻ കൊലപ്പെടുത്തിയത്. മുഖമൊക്കെ ചുറ്റിക കൊണ്ട് ഇടിച്ച് വികൃതമാക്കിയിരിക്കുന്നു. ഇവന് ഫർസാനയോടുള്ള വൈരാഗ്യം എന്തായിരുന്നു എന്ന് അറിയണ്ടേ. ഇവൻ മുമ്പ് ഫർസാനയുടെ സ്വർണ്ണമാല വാങ്ങി പണയം വെച്ചിരുന്നു. അത് ഫർസാനയുടെ വീട്ടുകാരറിഞ്ഞു. അതോടെ അവൾ അഫാനോട് മാല തിരിച്ചു ചോദിച്ചു. അതോടെ അവന് ഫർസാനയോട് വൈരാഗ്യമായി. അങ്ങനെ സംഭവ ദിവസം അവളെ വിളിച്ചു വരുത്തി അവൻ കൊന്നു കളഞ്ഞു. മാല ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് വെല്ലുമനെയും കൊന്നു. കൊടുത്ത മാല തിരിച്ചു ചോദിച്ചതിന് കാമുകിയും കൊന്നു. എന്തായാലും ഒന്നും പറയാനില്ല. എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഇവന്റെ മാനസിക നിലയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഡോക്ടർമാർ ഇവനെ പരിശോധിച്ചിരുന്നു. ഇവന് മാനസികമായി യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്വബോധത്തോടെ തന്നെയാണ് ഇവൻ ഓരോ കൊലപാതകവും ചെയ്തത്. ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണത്. എങ്ങനെ സാധിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടി കിട്ടുന്നില്ല. ആ കുഞ്ഞനിയനെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ? ഒന്നില്ലെങ്കിൽ അവൻ അത്രയും നാൾ കൂടെ കൊണ്ടു നടന്നതല്ലേ. അടി കൊണ്ടിട്ട് ആ പൊന്നുമോന്റെ കണ്ണ് തലയോട്ടിക്കുള്ളിൽ പോയിരുന്നെന്നാണ് പറയുന്നത്. അഫാന്റെ അവസാനത്തിലായിരുന്നു അവൻ. അനിയനെ അടിച്ചു കൊല്ലുന്നതിനിടയിൽ താൻ കൊഴിഞ്ഞു വീണു പോയെന്നാണ് അഫാൻ മൊഴി കൊടുത്തത്. സങ്കടം സഹിക്കാൻ കഴിയാതെ കൊഴിഞ്ഞു വീണതാവുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. ഒറ്റ ദിവസം കൊണ്ട് 5 പേരെ കൊന്നതല്ലേ, നല്ല ക്ഷീണം കാണും. അല്ലാതെ ഇവനൊക്കെ എന്ത് വിഷമം, എന്ത് സങ്കടം. ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവന് ക്രൂരതകളൊക്കെ ചെയ്യുമായിരുന്നു. ഇതൊരു വെൽ പ്ലാൻഡ് ബ്രൂട്ടൽ മാസേക്രേ തന്നെയാണ്, കരുതി കൂട്ടി ചെയ്ത കൂട്ടക്കൊലപാതകം. അതുകൊണ്ട് തന്നെ അഫാൻ യാതൊരു വിധത്തിലുള്ള സഹതാപവും അർഹിക്കുന്നില്ല. ഇതിപ്പോ എത്ര വലിയ സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറഞ്ഞാലും വേറെ എന്തൊക്കെ പറഞ്ഞാലും അഫാൻ ചെയ്ത ക്രൂരതകളുടെ വലിപ്പം 1 ഇഞ്ച് പോലും കുറയാൻ പോകുന്നില്ല. കയ്യിൽ മുളക് പൊടി കരുതിയിട്ടാണ് ഇവൻ ഓരോ കൊലപാതകങ്ങളും ചെയ്തത്. കൊലപാതകം ചെയ്യുന്നതിനിടക്ക് ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നാൽ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ മുളക് പൊടി കരുതിയത് എന്നാണ് ഇവന് പോലീസിന് മൊഴി കൊടുത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കൊല ചെയ്യുന്നതിനിടയിൽ അഥവാ ഇരകൾ പ്രതിരോധിക്കാൻ വന്നു കഴിഞ്ഞാണെങ്കിൽ അവരുടെ കണ്ണിലെറിയാൻ വേണ്ടിയിട്ടാകും ഇവന് മുളക് പൊടി കയ്യിൽ കരുതിയത് എന്നാണ്. അവന്റെ സ്വഭാവം വെച്ച് അങ്ങനെ ആവാനാണ് സാധ്യത. ഇനി ദുരൂഹമായി തുടരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മാനെ റൂമിലിട്ട് അടിച്ച് വീഴ്ത്തിയതിനു ശേഷം ആ റൂം പൂട്ടി താക്കോൽ ഇവൻ ബാത്റൂമിന്റെ ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായ ഉത്തരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനിടയിൽ അഫാന്റെ ഉമ്മ ചെമി താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇളയ മകൻ അഫ്സാൻ മരിച്ച വിവരം അറിഞ്ഞതോടെയാണ് ഷെമി ഇങ്ങനെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. അഫാനാണ് അനിയനെ കൊന്നതെന്ന് ഇപ്പോഴും ഷെമിക്ക് അറിയില്ല. ഇളയ മകൻ മരിച്ചു എന്നറിഞ്ഞതോടെ ഷെമിയുടെ ആരോഗ്യ നില വഷളായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും ദിവസം ഈ സംഭവങ്ങളെല്ലാം ഷെമിയിൽ നിന്ന് മറച്ചു വെച്ചതായിരുന്നു. ബോധം വന്ന സമയത്ത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് തല കറങ്ങി വീണതാണ് എന്നാണ് ഉമ്മ പറഞ്ഞിരുന്നത് അല്ലെ. തന്നെ ക്രൂരമായി ഉപദ്രവിച്ചിട്ട് പോലും
സ്വന്തം മകനെ സംരക്ഷിക്കാനാണ് ഉമ്മ ശ്രമിച്ചത്. അങ്ങനെയുള്ളപ്പോൾ മകൻ നടത്തിയ കൂട്ടക്കൊലപാതകത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമ്മാന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ. ഇനി പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അഫാൻ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ വെച്ച് കുഴഞ്ഞു വീണു എന്നുള്ളതാണ്. ആദ്യം അതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. എന്നാൽ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പറഞ്ഞത് ബ്ലഡ് പ്രഷർ കുറഞ്ഞത് കാരണമായിട്ടാണ് ഇങ്ങനെ തല കറങ്ങി വീണത് എന്നുള്ളതാണ്. കുഴഞ്ഞു വീണ അഫാനെ പോലീസുകാരെല്ലാരും കൂടി താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അതൊന്ന് കണ്ടോക്കാം. രാവിലെ ഉണ്ടായ ചില സംഭവങ്ങൾ തെളിവെടുപ്പ് നീട്ടുന്നതിലേക്ക് വഴിവെക്കുകയായിരുന്നു. രാവിലെ വിലം കഴിച്ച് ശുചിമുറിയിൽ കയറ്റാനായി കൊണ്ടുപോയ അഫാൻ പെട്ടെന്ന് ദേഹാസ്വസ്ഥ്യമുണ്ടായി മറിഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് പോലീസ് അഫാനെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഇത് ആത്മഹത്യാ ശ്രമമാണോ എന്ന സംശയം പോലീസ് അടക്കം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഡോക്ടറുടെ പരിശോധനയിൽ ചെറിയ രക്തസമ്മർദ്ദത്തിലുണ്ടായ കുറവാണ്, തലകറങ്ങി വീണതാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലെല്ലാം കാണാൻ വളരെ തളർന്ന രീതിയിലാണ് അഫാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഉടനടി തന്നെ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കി അഫാനെ പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലാണ്, സെല്ലിനുള്ളിലാണ് അഫാൻ ഉള്ളത്. അഫാന്റെ ആരോഗ്യനില വീണ്ടെടുത്തതിനു ശേഷം തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. അതേസമയം ചില പ്രതിസന്ധികൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. രാവിലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവനൊക്കെ തല കറങ്ങി വീണാല അവിടെ ഇട്ട് 2 ചവിട്ട് കൊടുക്കാന്നല്ലാതെ ഹോസ്പിറ്റലിലേക്കൊക്കെ താങ്ങി പിടിച്ചു കൊണ്ടുപോകേണ്ട വല്ല ആവശ്യമുണ്ടോ? പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ പോലീസിന് അതൊരു പണിയാകും. അതുകൊണ്ട് കൊണ്ടുപോയതാവും. എല്ലാവരും പോലീസുകാർക്ക് ഇവനെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചങ്ങായിക്ക് രാത്രി ഉറക്കമില്ല, ഒരു പോള കണ്ണടിക്കില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇവന് ജയിലിലെ ഫുഡൊന്നും പറ്റുന്നില്ല. മീൻകറി ഇല്ലാതെ ഇവന് ചോറ് ഇറങ്ങില്ല പോലും. രാത്രി പൊറോട്ടയും ചിക്കൻ കറിയും മാത്രമേ ഇവൻ കഴിക്കൂ. വേറെ എന്ത് വാങ്ങിക്കൊടുത്തിട്ടും കാര്യമില്ല, ഇവൻ കഴിക്കില്ല. വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇവന് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിക്കൊടുത്ത് ഇവനെ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. പച്ചവെള്ളം പോലും കൊടുക്കാൻ പാടില്ല. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. എന്നാലും ഈ ചെങ്ങായിക്ക് ചില്ലർ ഉൾപ്പുണ്ടോന്ന് നോക്കി നിങ്ങൾ. ഇവൻ പോലീസിനോട് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യാണ്, ഇന്ന ഫുഡ് എനിക്ക് വാങ്ങി തരണം, എന്നാലേ ഞാൻ കഴിക്കൂ. സെല്ലിലെ വെറും തറയിൽ എനിക്ക് കിടക്കാൻ കഴിയില്ല. എന്നിട്ട് പോലീസുകാർ പായൊക്കെ വാങ്ങിക്കൊടുത്തെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇവനെ തെളിവെടുപ്പിന് വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന ദൃശ്യങ്ങളുണ്ട്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അതും കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ഹണിറോസ് വന്ന പോലെ ഇത്ര തിരക്കുണ്ടാവൂല. ജനസാഗരമാണ്. ജോലിയും കൂലിയും വരെ ഒഴിവാക്കി അഫാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്ന ജനങ്ങളാണ്. ഞാനതല്ല നോക്കിയത്. നിങ്ങൾ അഫാനെ ശ്രദ്ധിച്ചോ? എന്ത് കൂളായിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ഒരു ഭാവവുമില്ല. അനിയനെയും ഫർസാനെയും കൊന്ന, ഉമ്മാനെ കൊല്ലാനാക്കിയ സ്വന്തം വീട്ടിലേക്കാണ് ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുപോയത്. എന്നിട്ട് പോലും എത്ര കൂളായിട്ടാണ് ആള് നിൽക്കുന്നത്. ഒന്നും പറയാനില്ല. കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ശരിക്കും കണ്ടത്. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വരുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അഫാന് ലഭിക്കണമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം.